സ്വന്തം പാപങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള വ്യക്തിക്ക് മാത്രമേ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. സ്വന്തം പാപങ്ങളെ ശുദ്ധീകരിക്കാൻ തയ്യാറാകുന്ന വ്യക്തിക്ക് മാത്രമേ സ്വന്തം ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കത്തുള്ളൂ. സ്വന്തം ജീവിതത്തിലെയും കഴിഞ്ഞകാല ജീവിതത്തിലെയും കഴിഞ്ഞ തലമുറകളിലെയും ഒക്കെ പാപത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പോലും നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ബാധ്യത ഉണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ആ ഒരു ബോധ്യമുണ്ടാവണം. നമ്മളെ തന്നെ ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഒരാൾ അയാളെ തന്നെ ശുദ്ധീകരിക്കണം. ചിലപ്പോൾ വർഷങ്ങളോളം എടുക്കും, ചിലപ്പോൾ മരണക്കിടക്കയോളം അത് പോകേണ്ടി വരും. അത് മരണക്കിടക്കയിലും പൂർത്തിയാകാത്തവരാണ്